വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ ഗൈസ് ഈ വർഷത്തെ റമദാനും വന്ന് ഇന്ന് നോമ്പ് ഒന്നാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മള് ബേസിക് ആയിട്ടുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അഞ്ചി നമുക്ക് നോമ്പിന് കൊറേ ആയി പറയുന്നത് ബിരിയാണി വെച്ചരാന്ന്. അപ്പൊ ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അഞ്ചി ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ബിരിയാണി ഒന്നും ഇതുവരെ വെച്ചിട്ടില്ല. ഇങ്ങനെ സ്നാക്ക് ഐറ്റംസ്, ഇങ്ങനെ കറി, അങ്ങനെയൊക്കെയാണ്. നമ്മളൊരു കുക്കർ ബിരിയാണി വെച്ചിട്ടുണ്ട്. നമ്മളേതോ വീഡിയോ അത് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ അഞ്ച് ബിരിയാണി ഒന്നും വെച്ചില്ല. കണ്ണൂർ പോയ സമയത്ത് ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര കൊതി. അപ്പൊ എന്താ പറയാ, റമദാൻ സമയത്ത് തന്നെ എനിക്ക് ഇവിടെ ഉണ്ടാവാനും ബിരിയാണി വെച്ചെടുക്കാനും പറ്റി. അപ്പൊ അഞ്ചിന്റെ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യല്. പിന്നെ സമൂസയും കട്ട്ലേറ്റും ഇല്ലാതെ നമുക്കൊരു നോമ്പില്ലല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ സമൂസയും കട്ട്ലേറ്റും പലഹാരം ഉണ്ടാക്കാൻ വിചാരിച്ച് അതിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കട്ടെ. നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ച് കാര്യം ഇടയിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ സമയം പോകും. ഇപ്പൊ തന്നെ ഒരുപാട് സമയം പോയിട്ടുണ്ട്. അപ്പൊ എല്ലാം ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് ഞങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഞങ്ങൾ പണിയിലേക്ക് കിടക്കാൻ പോവാണ്. ശ്രീ സാധാരണ എപ്പോഴും മധുരം എന്തെങ്കിലും പലഹാരം, പക്ഷെ അത് ശ്രീ വിട്ടുപിടിച്ച നോമ്പിന് ഇന്നില്ല. ഇന്ന് ഞാൻ ഇവരുടെ ഹെൽപ്പർ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ബിരിയാണി ഉണ്ടാകണം, സമൂസ ഉണ്ടാക്കണം, കട്ട്ലേറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അതുണ്ടാക്കാൻ എനിക്ക് എല്ലാവരും സഹായം ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഞാനിതാ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രീ എനിക്ക് അരിയൊക്കെ കഴുകി സെറ്റ് ആക്കി വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇതുണ്ട്. പിന്നെ കണ്ടോ, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയില, പുതിന ഇല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി വരെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഷാമി ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ബിസ്തക്കുള്ള ഉള്ളിയും അല്ലാത്ത ഉള്ളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ നമ്മൾ ഓരോരോ പണികൾ ആദ്യം തന്നെ ചെയ്തു വെച്ചോണ്ട് വേഗം എളുപ്പത്തിൽ ഇനി ചെയ്യാം. ഇനി നമുക്ക് നേരെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ബാക്കി പണികൾ. പക്ഷെ നോമ്പിന് നമ്മൾ എത്ര നേരത്തെ പണി തുടങ്ങി കഴിഞ്ഞാലും അവസാനം ആകുമ്പോഴത്തേക്ക് എന്തായാലും തട്ടിക്കൂട്ടി പണികൾ അവിടെ ബാക്കി ഉണ്ടാവും. ഞാൻ നെയ്ച്ചോറിന്റെ പണി തുടങ്ങി. ആദ്യം തന്നെ ഞാൻ ഉള്ളി പൊരിച്ചെടുക്കാൻ പോവാട്ടോ. ഉള്ളി പൊരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പണികളൊക്കെ തുടങ്ങാം. അപ്പൊ എണ്ണയും നമുക്ക് അധികം വേസ്റ്റ് ആവില്ല. ഞാൻ ഇപ്പുറത്ത് സമൂസന്റെ പണി തുടങ്ങി. ഇതാണ് സ്പെഷ്യൽ ബിരിയാണിയാണ്. ഞാൻ യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ചത് തന്നെയാണ്. അല്ലാതെ കണ്ണൂരുള്ള സമയത്ത് നമ്മൾ അവിടുത്തെ വീട്ടിൽ വെച്ചിട്ട് കൃത്യമായിട്ട് ബീഫിനോ ചിക്കൻ തന്നെ ചിക്കനിന്റെ ഞാൻ വെച്ചിട്ടുള്ളൂ. ഞാൻ 2 പ്രാവശ്യം വെച്ചു. ഒരു പ്രാവശ്യം പൊരിച്ചിട്ട് വെച്ച്, അതല്ലാതെ ദം ബിരിയാണി വെച്ചത് ഞാൻ ദമ്മാവും. എന്നിട്ട് അവിടുത്തെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചത് കണ്ടോ. ഞങ്ങൾ അപ്പൊ എന്നിട്ട് അപ്പൊ തന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ അവിടെ വരുമ്പോ ഒരു ദിവസം വിളിച്ചേരട്ടോ തന്നെ പറഞ്ഞു. ഞാൻ വന്നു കഴിഞ്ഞാൽ ഇപ്രാവശ്യം വരുന്ന വരത്ത് നിങ്ങൾക്ക് ബിരിയാണി വെച്ചത്. ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു ആലോചിക്കും. കാര്യം എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് പോയിട്ട് വേണം അവർക്ക് വെച്ചെടുക്കാൻ. ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കി തരാൻ. മെസ്സേജ് അയച്ചിട്ടുണ്ടേ ഞാൻ വരുമ്പോ ഉണ്ടാക്കി തരാം. കറക്റ്റ് സമയത്താണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടിയത്. വീട്ടിലെല്ലാരും അഞ്ചുണ്ടാക്കുന്ന ബിരിയാണിയും കഴിച്ചിട്ടാണ് നോക്കാം. എന്തായാലും ബിരിയാണി എല്ലാരും ഉറ്റ നോക്കുന്നത് ഈ ഒരൊറ്റ ബിരിയാണി. എല്ലാരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവരും കക്കന്മാരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും നിന്നിട്ട് എല്ലാരും കഴിക്കട്ടെ. ഇറക്കിക്കോട്ടോ. ഞാനിതവിടെ സമൂസക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ആ ചിക്കന്റെ മസാല സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ ഈ ചിക്കൻ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ചിക്കൻ വേണോ ഷാമി? കുറച്ചെടുത്ത് വെക്കണോ? അത്ര ചിക്കൻ വേണം തോന്നുന്നില്ല. 2-3 പീസ് എടുത്തിട്ടുണ്ട്. ഒറ്റ ലഗ് മതി അഞ്ചു. അനക്ക് മാത്രമേ അടി കൂടാതെ 2 എണ്ണയിലുള്ള 2 വേണ്ട ഇവിടെ ലെഗ്. ഇതിലേക്ക് ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ല ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പറ്റുന്ന അത്രയും സമയം മാക്സിമം നമ്മൾ ഇതൊന്ന് മസാല പരട്ടി വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് ഇരുന്നതിന് ശേഷം വേണം ബാക്കിയുള്ള മസാല ഒക്കെ ഇട്ടിട്ട് ഇത്തിരി നേരം കൂടി വെക്കാം. അപ്പൊ കുറച്ച് സമയം പിടിക്കട്ടോ. എൻ്റെത് ഒരു 4 കൊല്ലം മുന്നേക്കല്ലേ പെരുന്നാളിന് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കല്. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ആരെങ്കിലും ഉണ്ടാക്കാൻ പറ്റും തോന്നില്ല. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പെരുന്നാളിന് ബിരിയാണി ഒക്കെ ഫുൾ ടൈം പണിയെടുത്ത് എടുക്കാന്നൊന്നും ചെയ്യാല്ലേ ആ സമയത്ത്. പക്ഷെ ഇപ്പൊ അത്രക്കില്ല. ഞാനിതാ സമൂസക്കും കട്ട്ലേറ്റിനും കൂടെ ഉള്ള മസാല ഒന്നിച്ചുണ്ടാക്കാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പൊ ഞാനിതാ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇതിലിട്ടിട്ട് വഴറ്റി എടുക്കണം കേട്ടോ. കട്ട്ലേറ്റിനാണെങ്കിലും സമൂസക്കാണെങ്കിലും ഭയങ്കര വഴഞ്ഞിട്ട് വേണ്ട. കുറച്ചിങ്ങനെ ഉള്ളി കടിക്കാൻ കിട്ടുന്ന രീതിയിലുണ്ടെങ്കിലേ രസം ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഉള്ളി നന്നായിട്ട് താളിപ്പോവും. അപ്പൊ ഇപ്രാവശ്യം അത് ശ്രദ്ധിക്കണം.
ഓരോ പ്രാവശ്യം പരീക്ഷകളിൽ അവർ പഠിച്ചു. ഞാൻ നോമ്പിന് രാത്രി സാധനങ്ങൾ ഉണ്ടാക്കുള്ളൂ, അല്ലാതെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കൂല. ഈ പ്രാവശ്യത്തെ നോമ്പിന് നല്ല ചൂടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ ഈ അടുപ്പിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് ചൂടും ദാഹവും ഒക്കെ കൂടുണ്ട്. അല്ലാതെ വിശപ്പൊന്നുമില്ല, നല്ല ദാഹമുണ്ട്. വെള്ളം കുടിക്കാൻ മാത്രം തോന്നുന്നുണ്ട്. അത് ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താ പറയാ ഒരു ഇതൊക്കെ പോലെ തോന്നിക്കഴിഞ്ഞാലും കഴിക്കുന്ന സമയത്ത് വെള്ളമാണ് കുടിക്കുക. വെള്ളം ഒരു 2 സമൂസ, അതെ അത്ര കഴിക്കുള്ളൂ, കുറേ ഒന്നും വേണ്ട. വെള്ളം കുടിക്കാൻ പൂതിയാണ്. നല്ല തണുത്ത വെള്ളമില്ലേ നോമ്പറക്കുമ്പോ, അതിന്റെ തൊണ്ടയിൽ കൂടെ ഇറങ്ങി ഒരു സുഖമാണ്. അങ്ങനെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് അവിടെ ബിസ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാഷ്യൂ റൈസിൻസ് ഒക്കെ ഇങ്ങനെ നെയ്യില് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന്റെ മുന്നേ മറ്റേ ഇതില്ലേ പട്ടേന്റെ ഇല അതൊക്കെ ഇട്ടിട്ട് ചോറ് സെറ്റാക്കി എടുക്കാം. ആ ബിസ്ത ഉണ്ടാക്കി എന്താണ് ബിസ്ത ഉണ്ടാക്കിയല്ലേ ഇടുന്നത്? ചോറുണ്ടാക്കുന്ന അതിൽ തന്നെ അതിൽ തന്നെ ചോറുണ്ടാക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ സമൂസന്റെ പണിയും ബിരിയാണിയിലെ പണിയും ഇങ്ങനെ വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാത്തോണ്ട് തന്നെ നമുക്ക് ഇത് മതി. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സമൂസയിലും കട്ട്ലേറ്റിലും ചിക്കൻ കുറച്ച് കൂടുതലേക്ക്. അതാണ് പുറത്തുനിന്നുള്ള നമുക്ക് ചിക്കൻ കിട്ടൂല. അപ്പൊ ഞാനിത് അവിടെ ഈ നെയ്യിലേക്ക് ഈ ചോറിട്ടിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കാൻ പോവാട്ടോ. വേഗം ചെയ്യുന്നോണ്ട് സ്റ്റെപ്പുകൾ മാറിക്കൊണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ അവസാനം എന്തായാലും ഒരു ബിരിയാണി ആയാൽ മതി. എന്തായാലും ഒരു ബിരിയാണി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മള് കുക്കർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കാം. പക്ഷെ അന്ന് വെച്ച കുക്കർ ബിരിയാണി എന്ത് ടേസ്റ്റ് ആയിരുന്നല്ലേ. അടിപൊളി ടേസ്റ്റ്. എനിക്ക് പൂതി ആവേണ്ടത് തിന്നാൻ. നമുക്ക് ഒരു പ്രാവശ്യം കുക്കർ ബിരിയാണി വെക്കണം. ഒറ്റ തവണയും കൂടി വെക്കണം. ഞാനിത് അവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അരി ഒന്നിത്തിരി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 4 ഗ്ലാസ് അരിക്ക് ഒരു 7 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചത്. 6ന്റെ കൂട്ടത്തിൽ 1 ഗ്ലാസ് അധികം കൂട്ടി വെച്ച്, അത് വേവ് കുറഞ്ഞു കൊണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല, നല്ല ചൂടുണ്ട്, നല്ല ദാഹമുണ്ട്. അങ്ങനെ ചോറ് ഇതാ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തിളപ്പിച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ബിരിയാണി ഞങ്ങൾക്ക് അഞ്ചിന് നല്ല പ്രതീക്ഷ. അതെ, അതിന്റെ ഐശ്വര്യത്തിന്റെ ഫയറും കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പാത്രമാണ് അഞ്ചിക്ക് ഇത് എടുക്കട്ടെ. ഇതില്ലേ എന്റെ സമൂസന്റെ കട്ട്ലേറ്റിന്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ പകുതി നമുക്ക് സമൂസക്കും പകുതി നമുക്ക് കട്ട്ലേറ്റിനും എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇത് മാറ്റാം. ഇത് നമുക്ക് കട്ട്ലേറ്റിന് എടുക്കാം. ഈ സമയത്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിത് നമ്മുടെ കട്ട്ലേറ്റിന്റെ മിക്സ് തുടങ്ങുകയാണ്. ഞാനിവിടെ ഓൾറെഡി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നോമ്പിന് എല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാരവും കട്ട്ലേറ്റും സമൂസയാണ്. അതുകൊണ്ട് ഷാമി ഇന്ന് അത് രണ്ടും തന്നെ എന്തായാലും ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള 3 വിഭവങ്ങളാണ് ബിരിയാണി, കട്ട്ലേറ്റ്, സമൂസ. ഫസ്റ്റ് സമൂസ, പിന്നെയാണ് കട്ട്ലേറ്റ്. അത് പ്രത്യേക പെരുന്നാളിന്റെ നോമ്പിന്റെ സമയത്തുള്ള സമൂസ കേട്ടോ. അതിന്റെ ടേസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ എവിടെ നിന്നുള്ള സമൂസ കട്ട്ലേറ്റ് ഫ്രീ ആക്കോ. ഇതിങ്ങനെ പരത്തിയിട്ട് ഞാൻ പതിക്കുന്ന സമൂസന്റെ ബാക്കി ചെയ്യാം. ഞാനിതാ ബിരിയാണിയുടെ മെയിൻ പണിയിലേക്ക് കടന്നിട്ടുണ്ട്. നേരത്തെ നമ്മള് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തില് ഇതുണ്ടോ ഞാൻ ഉണ്ടാക്കി വെച്ച ആ ബിസ്തയില് ഒരു 3/4 ഭാഗം ഇതിന്റെ കൂട്ടത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പേര് ബിസ്ത. ബിസ്ത. ഇതിന് ബിസ്ത എന്നാ പറയാ. ഏച്ചൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും ബിസ്ത എന്ന് പറയുന്നത് കൂടുതൽ ചെയ്യാൻ പോയില്ല. ഉള്ളി പൊരിച്ചത് പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഉള്ളി പൊരിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞു വെച്ചത് ഇതിന്റെ കൂട്ടത്തിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇടാ, കുറച്ച് പുതിന ഇടാ, തക്കാളി ഇടാ. ഇത് ഞാൻ എന്താ പറയാ ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത് ദമ്മ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടി മാറ്റി വെച്ചോട്ടോ. ഈ അടുപ്പത്ത് വെച്ചോ, ഈ അടുപ്പ് ഞാൻ വെച്ചുതരാം. ഓക്കെ, ഇത് വെച്ചോ. ഇനി ഇതിലേക്ക് സാമി ഒന്ന് ഇതെടുത്തരോ, കേട് എടുത്തരോ. നല്ല തിരക്കിട്ട പണിയിലാണ് ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞു. ഇനി നമ്മൾ എത്ര നേരത്തെ പണി തുടങ്ങി കഴിഞ്ഞാലും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരക്കിട്ട പണികൾ ഉണ്ടാവും. ഇനി വെക്കണം മതിയോ? ഇനി വേറെ എടുക്കണോ? മതി മതി മതി. ഇതിലേക്ക് കുറച്ച് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. ഇത്തിരി മഞ്ഞപ്പൊടി, മുളക് പൊടി ഒരു പേരിട്ടാൽ മതി. ആ പച്ചമുളകിന്റെ എരിവിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക. ഞാൻ ഇവര് വരുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച്, കാരണം അന്ന് എന്തായാലും നേരെ ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് ഇതൊക്കെ
1:30 തീരാറായിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത് അത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി സ്പെഷ്യലായിട്ട് ഞാൻ പൊടിച്ചു വെച്ച സ്പൈസസ് ഉണ്ടോ, നല്ല മണല്ലേ ചലു, നല്ല മണല്ലേ. ഇത് സ്പെഷ്യൽ കൂട്ടാണോ? സ്പെഷ്യൽ കൂട്ടൊന്നുമില്ല, എല്ലാം കൂടി ഞാനൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചതാണ്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് കറക്റ്റ് ആ ബിരിയാണിന്റെ ഫ്ലേവർ കിട്ടുന്ന സാധനം. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ കൈയോടെ ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പണി ഷാമിന്റെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഷാമി എടുത്ത സമൂസന്റെ പണിയിലേക്കല്ല പോണെ. അപ്പൊ സമൂസ ഞാൻ ഉണ്ടാക്കൂ, ശ്രീ കട്ട്ലേറ്റ് അത് മൊത്തമാക്കി വെക്കും. ഞാനിത് ഇങ്ങനെ സമൂസന്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ പ്രാവശ്യം ഞാൻ മറ്റേ ഈ ഉണ്ടാക്കുന്ന ഒരു അച്ചില്ലേ അത് വാങ്ങണം വിചാരിച്ചിന്. പക്ഷെ അത് ഞാൻ ഇവക്ക് 2-3 ദിവസം മുന്നേ ഇൻസ്റ്റയിലായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടേ. കാര്യം 26 എണ്ണൊക്കെ ഒന്നിച്ചാക്കായിട്ട് അത് വാങ്ങണം, എളുപ്പത്തിൽ തീർന്നു. അത് വാങ്ങണം വിചാരിച്ചിട്ട് അത് നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പരത്തുണ്ടാക്കി 4 കഷ്ണമായി മുറിച്ച് നിറച്ച് പൊരിക്കണം. നമ്മളത് എങ്ങനെ ഉണ്ടേക്ക് എന്നിട്ട് ഇങ്ങനെ നല്ലതാക്കി. സമൂസകളുടെ ഷീറ്റ് ഇത് അവിടെ ഫുള്ള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഒതന്റിക് സമൂസയാണല്ലേ ഷാമി? അതെ, നമ്മള് കൈ കൊണ്ട് പരത്തി ഉണ്ടാക്കിയ ഒതന്റിക് ആയിട്ടുള്ള സമൂസയാണ് ഈ പ്രാവശ്യം. അതാ ഇവിടെ മൊത്തം നമ്മള് പരത്തിയിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇവിടെ ഒരാളടുത്ത് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് സെറ്റ് ആയി കഴിഞ്ഞു. ഒരു പണിയില്ലാന്ന് വിചാരിച്ച് വന്നാക്കുന്ന ഫുള്ള് കട്ട്ലേറ്റ് അവള് പരത്തി വെച്ച് അതിന് ശേഷം ഞാൻ പറഞ്ഞു ശ്രീ ഒരു പണി കൂടെ ഉണ്ട്, അടുത്ത സമൂസ ഫില്ല് ചെയ്യണം. ഇന്ന് ഞാൻ അത് കഴിഞ്ഞ അപ്പൊ വരും കേട്ടോ അങ്ങോട്ട്. അപ്പൊ അതാ മൊത്തം അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ എങ്ങനെയാ ഫില്ല് ചെയ്യുന്നത് കാണിച്ചു. എന്ന് വെച്ചാൽ ഇതിപ്പോ ഫില്ല് ചെയ്ത് വെച്ചതാണ്. കുഞ്ഞു സമൂസ അല്ല, നല്ല രസമല്ലേ അത്? ഒന്ന് റെഡി. അടുത്ത എന്താ ചെയ്യണ്ട ചേട്ടാ, ഇതിങ്ങനെ എടുക്കുക. ഷാമിക്ക് കാണിച്ചതാണ്. എന്നിട്ട് ആ 2 കോർണർ കൂടി ഷാമി ഒന്നുകൂടെ കാണിച്ചു. ഈ 2 കോർണറും അടുപ്പിക്കാൻ തോന്നുന്നു. അല്ല അതില്ലേ ഇങ്ങനെ ഇത് സംഭവം കഴിച്ച് ഇവർക്ക് ഇത് മടക്കിയിട്ട് ശീലല്ലേ, ഇത് കാണുന്നവർക്ക് അറിയാൻ മതിയോ. ഇത് ഇങ്ങനെ ആക്കാം. അതൊരു കണ്ടില്ല. ആ ഒരു തൊപ്പി പോലെ. ആ തൊപ്പി പോലെ ആക്കിയിട്ട് ഓർക്കറിയാൻ മതിയോ, മുമ്പൊക്കെ തന്നെ പഠിക്കാൻ വേണ്ടിട്ടാ. അതാ ഇങ്ങനെ ഇതിൽ ഫില്ല് ചെയ്യാ, എന്നിട്ട് ഇതാക്കാം. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് അതിന്റെ അടിയിൽ ഒട്ടിക്കാം. മനസ്സിലായി മനസ്സിലായി. എന്നിട്ട് ഉള്ളിൽ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഇത് മടക്കാം. മനസ്സിലായി. ഓക്കെ, ഞാനിത് അവിടെ എന്റെ ബിരിയാണിന്റെ ഇതൊക്കെ ഒരുവിധം ആക്കി വെച്ചിട്ടാട്ടെ ഈ നടക്കുന്നത്. ഇത് ബിരിയാണിന്റെ മസാല വരുന്നുണ്ട് ആണല്ലേ. എനിക്ക് സമാധാനം ഉണ്ട് നല്ല മണം വരുമ്പോ. ഇവിടെ മസാല ഇത് അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാല ആയതിനു ശേഷം അതിൽ സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ സല്ലു ഇതാ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ പോയിട്ടുണ്ട്. ഇനി സല്ലു വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നു, പിന്നെ ജ്യൂസ് അടിക്കുന്നു, അങ്ങനെ പണികൾ വേറെ ഉണ്ട്. അല്ല അതൊക്കെ അതിന് പാലൊക്കെ വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേഗം ഈ പണി തീർത്ത് കഴിഞ്ഞാൽ അടുത്ത പണിക്ക് ലഞ്ച്. ഇത് ഒരു പണി ഇല്ലാന്ന് അവള് വിചാരിച്ചു വന്നെങ്കിലും കൈക്കക്കൂട്ടികൾക്കാണ് കൂടുതൽ പണി. ഇങ്ങനെ ആക്കിക്കോ, അപ്പൊ നല്ല ക്രിസ്പി നല്ല രസം. അപ്പൊ ഞാനെന്താ പറയാൻ വന്നത് വെച്ചാൽ ഇവരെന്തായാലും വലിയ വലിയ പണികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഇവർക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാലേ അവന് മറ്റേ കായ്പോൾ ഒരു തവണ ഉണ്ടാക്കിയില്ലായിരുന്നോ, എനിക്ക് ഒന്നും കൂടെ കഴിക്കണം. വേറെ ഒരു നോമ്പ് നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. അങ്ങനെ ഫ്രൂട്ട്സ് എത്തിയിട്ടുണ്ട്. അടുത്ത പണി നമുക്കിവിടെ ബത്തൊക്കെ ഉണ്ട്, നല്ല പഴുത്ത പപ്പായ ഉണ്ട്, മുന്തിരി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. ഓ ശ്രീ കൊറേ അരിയണ്ടല്ലോ. ആദ്യം സർബത്തിന്റെ ഞാൻ ഓക്കെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തോളും. ആ സർബത്ത് സെറ്റാക്കാം, അത് സെറ്റാക്കാം ഫസ്റ്റ്. അത് സെറ്റാക്കാം, കാരണം എനിക്ക് അതാണ് നിർബന്ധമായിട്ടും വേണ്ട സാധനം, തണുത്തത്. അത് ഈ സെറ്റാക്കാം. അപ്പത്തെ ഞാൻ പൈനാപ്പിളൊക്കെ മുറിക്കാം. ആ സമൂസ അവിടെ ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ആ ഫില്ലിംഗ് കറക്റ്റ് ആണ്. ഞാൻ ചെയ്ത് ഞാൻ അങ്ങനെയാണ്. ലാസ്റ്റത്തേണത്, ഇതിലേക്കും കൂടി ഉള്ളതേ ഉള്ളൂ. നല്ല അടിപൊളി ബിരിയാണിന്റെ സ്മെല്ല് ഇങ്ങോട്ട് വരുന്നുണ്ട്. ശരിക്കും നല്ല മണം. ആ ഞാൻ പുറത്തെത്തിയപ്പോ ഇങ്ങനെ ബിരിയാണിന്റെ സ്മെല്ല് ഇങ്ങനെ അടിക്കുക. പറയുന്നത് അല്ല സത്യം പറയാം. ഇതിങ്ങനെ ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ വറ്റി വരണം. ചിക്കനൊക്കെ നല്ല ഇങ്ങനെ വെന്ത് ഇങ്ങനെ അടർന്നു ഒലർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ റൈസും കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിൽ കഴിക്കാം. ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഞാനിങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ഉണ്ടാക്കി വരുന്നുണ്ടാവും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഉണ്ടാവും, കാരണം സ്മെല്ലില് അത് ഓക്കെയാണ്. ഞാൻ ഈ ഉമ്മ പറയുന്ന
സ്മെല്ലിൽ ഒത്തുക്കണ് ഇനി ഗുണത്തിലൊത്തുണ്ട് അല്ല എന്താ പറയാ മണത്തിലൊത്തുണ്ട് ഇനി ഗുണത്തിലൊക്കണം എന്നാ പറയാ. ഗൈസ് ഞാൻ അടുത്ത പണിയിലേക്ക് കടന്നു. നമ്മൾ മുഹമ്മദ് കാ സർബത്ത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞാനത് ഇങ്ങനെ കാർന്നെടുക്കുന്ന രസം ഗൈസ്. അപ്പൊ കത്തി ഇവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. ഇതൊരു വെറൈറ്റി പപ്പായ കേസ്. ഇതുണ്ടോ മുറിച്ച് ചെയ്യുന്ന സമയത്ത് കുഞ്ഞൊരിത് മാത്രമേ ഉള്ളൂ കുരുവിന്. അങ്ങനെ നമ്മളെ കട്ട്ലേറ്റ് മൊത്തത്തിൽ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ പൊരിക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ കേട്ടോ. വെള്ളം ഇവിടെ റെഡി ആയി കുടിക്കുകയാണ് ഗൈസ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മുഹമ്മദ് കാ സർബത്ത് ഇവിടെ റെഡി ആവുന്നതാണ്. അരിപ്പക്കോരിയാ ഇല്ലയോ? മറ്റേ അടുക്കളയിലുണ്ടോ നോക്കിയാ? വേഗത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്നായിട്ട് അതിലേക്ക് തട്ടാം. നമ്മളിതേ സമൂസ ഇങ്ങനെ ഓരോരോ ട്രിപ്പായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഇവിടെ അഞ്ചിന് മസാല ഉണ്ടാക്കിയത് എന്ത് രസമാണ്. ഭയങ്കര ഡാർക്ക് കളറിലുള്ള മസാല. അപ്പൊ മസാല ഉള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ദമ്മിടാൻ പോവാണ്. അപ്പൊ നമുക്ക് ദമ്മിട്ടാലോ? ദമ്മിടല്ലേ? അപ്പൊ നമ്മൾ ബിരിയാണി ദമ്മിടാൻ പോവാണ് ഗൈസ്. അഞ്ചിനെ അപ്പൊ ഇതാ നമ്മുടെ ബിരിയാണിന്റെ മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു ഒറ്റ ദമ്മായിട്ട് ഇടുന്നത്. ഇനി ഇത് 2 ലെയർ ഒന്നും ആക്കുന്നില്ല. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമ്മള് കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, പിന്നെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്ത ഇട്ടിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ ഇടാം, കുറച്ച് റേസിൻസ് ഇടാം. ഇനി നമുക്ക് ചോറ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കത്തണ്ടേ അല്ലേ? അതിന്റെ താഴെയുള്ള ഗ്രേവി ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഈ ചോറിലേക്ക് മേലുള്ള ആവിലേക്ക് വന്നിട്ട് മൊത്തം ആ ഒരു ഫ്ലേവർ കിട്ടാം. ഈ അടുത്ത ലെയറായിട്ട് കുറച്ചും കൂടെ മല്ലിയിലയും പുതിന ഇടുക. ഇനി ഇത് മേലെ നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഒരിത്തിരി നെയ്യ് ഇങ്ങനെ മേലെ ജസ്റ്റ് ഒന്നാക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അത് ഈ സമൂസ മാവ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ദമ്മായിട്ട് ഇതിൽ കൂടെ പോകുന്ന എയർ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് ആയിക്കോളൂ. ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓഫ് ചെയ്തിടാം കേട്ടോ. കണ്ടോ? മധുരട്ടോ. ഓക്കെ, നോമ്പ് തുറക്കാനുള്ള ലാസ്റ്റ് സമയമായി ഗൈസ്. ഇനി 10-15 മിനിറ്റും കൂടെ ഉള്ളൂ. ഞാനിത് അവിടെ സമൂസ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കട്ട്ലേറ്റ് 5 റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. മുഹബത്ത് കാ ഷർബത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ സാധനങ്ങൾ പലഹാരങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടോ. ഇനി നമുക്കിത് ടേബിളിൽ അറേഞ്ച് ചെയ്യാം. ബാങ്കിന് കാത്തുക്കുക, നോമ്പ് തുറക്കുക. നമ്മളിത് പ്ലേറ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കട്ട്ലേറ്റും സമൂസയും ഇങ്ങനെ പ്ലേറ്റ് ചെയ്യാം. ചൂടോടെയുള്ള സമൂസയാണ്. ബാങ്ക് കൊടുത്ത് നോമ്പർക്ക. ഗൈസ് നമ്മളിപ്പോ സ്നാക്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പൊ സ്നാക്സിന് സമൂസ വെച്ച് തുടങ്ങും. ഞാൻ കട്ട്ലേറ്റ് എടുക്കാൻ പോവാണ്. എനിക്ക് സമൂസയാണ് ഗൈസ് ഫസ്റ്റ് തിന്നാൻ വേണ്ടി. നല്ല കട്ട്ലേറ്റ്. ആ, ചെറിയൊരു കുറ്റം പറയാണ്ട് ഇത്തിരി ഉപ്പ് കുറവാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിക്കാൻ എനിക്ക് ഇഷ്ടമായി. ഞാൻ സമൂസ ഉണ്ടാക്കണം. അടിപൊളിയാ സമൂസ. ഞാൻ ടേസ്റ്റ് നല്ലതാ. നല്ല സമൂസ. താങ്ക് യു. നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, മമ്മി ഉണ്ട്. ഞങ്ങൾ ഇതുവരെ അയാളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഫസ്റ്റ് നോമ്പ് പറഞ്ഞ് മമ്മി വന്നു. മമ്മി കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ സമാധാനമായിട്ട് ഹോളിലിരുന്ന് ഉമ്മനായിട്ട് കുറെ കത്തി അടിച്ച് മമ്മിന്റെ ഫസ്റ്റ് നോമ്പ്. മമ്മി ഫുഡ് ഇഷ്ടമായോ? ടേസ്റ്റ് ഉണ്ട്. സമൂസ അടിപൊളി. ഗൈസ് ഇനി ഞാൻ പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം. അതിന് ശേഷം 5 ഉണ്ടാക്കിയ ദമ്മിട്ട ബിരിയാണി നമുക്ക് തന്നു. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ 5 ഉണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് എനിക്കൊരു എനർജി ഒന്നുമില്ല. അതെ, ഇപ്പൊ പെട്ടെന്നൊരു എനർജി ആയി. ഇനി ഞാനിതാ ദമ്മ് പൊട്ടിക്കാൻ പോകണ്ടോ. ദമ്മൊന്നുമില്ല, അത് അവിടെ തുറക്കാനേ ഉള്ളൂ. അടിപൊളി, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്മെല്ലുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഞാൻ അത് ചോറ് ഇട്ടുതരാം കേട്ടോ. ഒരാളിവിടെ പ്ലേറ്റും കൊണ്ട് അത് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ലെഗ് പീസ്
ഓ ഇനി ഇതിന്റെ ഇടയിൽ കൂടെ ഞാനത് തപ്പണല്ലോ എനിക്ക്. കുഴപ്പമില്ല. ലെഗ് പീസ് എനിക്ക് കിട്ടുമ്പോ ഞാൻ തരാം. ഓ ഒപ്പം തരൂ. മതി മതി മതി. കായം. ഹായ്. ഈ പൊന്തിക്കുന്ന ചിക്കൻ കാര്യം ഏത് ഇതാ? ഇതിങ്ങനെ എടുക്കട്ടെ. അതെങ്കി അയ്യോ, ഇതിലൊന്നുമില്ല, അതൊക്കെ ഉടഞ്ഞു പോയിട്ടോ. അടുത്തോ അതെല്ലാം കൂടെ എടുത്തോ. സ്വാമി നോക്കിയിരിക്കുക ഓൻ ഇനി അഥവാ കാലിട്ട് പോകുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നുള്ളൂ. എന്റെ അഭിപ്രായം പറയാലോ. കഴിക്കട്ടെ. ആ മസാല അങ്ങോട്ട് കൂട്ടി കുഴയ്ക്കുക. ഒരു ചിക്കൻ്റെ പീസ് ഇങ്ങോട്ട് എടുക്കുക, കൂട്ടുക. ഞാനിപ്പോൾ ഈ കേട് കൂട്ടുന്നില്ല, കേട് കൂട്ടിയ ഇതിൻ്റെ ഫ്ലേവർ കിട്ടൂല. നല്ല എന്താ പറയാ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ലേ, നല്ല കുഴഞ്ഞു കിടക്കുന്ന ബിരിയാണി, നല്ല മസാല ഒക്കെ ഇട്ട് ആ ബിരിയാണി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കായത്തിന്റെ ആ കളറ് സ്മെല്ല് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ കറക്റ്റാ. എന്താ ആ കളറിനനുസരിച്ചുള്ള taste ചെയ്യുന്നുണ്ട്. ആ, നല്ല ടേസ്റ്റ് ഉണ്ട്. സന്തോഷം. ഇനി ഞാൻ കഴിക്കാല്ലേ. ബിരിയാണി സക്സസ് ആണ്. ഇതില്ലേ? പീസ് ചിക്കൻ എടുക്കുക. സല്ലിന്റെ മുഖത്തെ എക്സ്പ്രഷൻ വരാൻ ഞങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ലേറ്റ് ഈ വാ തുറന്ന് പറയണേ. അല്ല സത്യം പറഞ്ഞി 5 ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോഴും ഈ ഫ്ലേവറുള്ള ബിരിയാണി എന്തുണ്ടാക്കില്ല. അല്ല അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മനസ്സിലായി. അതേ നമ്മള് അതായത് ബിരിയാണി ബിരിയാണി ആയിട്ടെന്ന ആ ഒരു ആ, ഇത്രയും flavor പ്രോ തരും. ഇത്രയും പ്രോ ലെവലിൽ കിട്ടുന്ന അതാ വിചാരിച്ചില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്.